ഗൈസ് ഗുഡ് മോർണിംഗ്. നല്ല ഉറങ്ങി എണീറ്റിരുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാം. അതിന് നമുക്കത് ഭക്ഷണം കഴിക്കാം. അതിന് മുമ്പ് നമ്മള് സൗബറിന്റെ കീഴിലെ സുന്ദരിനെ കഴിച്ചിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഇങ്ങനെ എത്തിയൊക്കെ ആരാണ് കാണിച്ചു നോക്കും. സുന്ദരിയായിട്ട് ഡ്രസ്സ് കിട്ടിട്ട് ഇരിക്കുകയാണ് ഗൈസ്. കണ്ടപ്പോ അറിയോ ചെക്കൻ്റെ അമ്മയാണെന്ന്. നമ്മൾക്ക് നല്ല നൂൽപ്പൊട്ടും ഇഷ്ടമൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഞാൻ നല്ലൊരു കഴിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. നമ്മൾ നല്ല ലേറ്റാണോ ഇവിടെ. എന്താണമ്മേ നോമ്പല്ല, എന്താണ് ബക്രീദാണോ അടുത്ത ആഴ്ച. അതുകൊണ്ട് നല്ല തിരക്കാണ്. കടകളിലൊക്കെ ഭയങ്കര റഷാന്നാ പറയണത്. അപ്പം നമുക്ക് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പണ്ട് നമ്മളെന്തായാലും കിടന്ന് ഉറങ്ങിയത്. പക്ഷേ 8:30 ഇപ്പം തന്നെ ഞാനൊക്കെ റെഡിയായി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി ജിഷ്ണു ബാഗിനെ പേർച്ചിരിക്കുക. ഞാനൊരു ബാഗിൽ എങ്ങനെ ലുക്കാക്കാൻ നോക്കിയാലും നല്ല ലുക്കാവില്ല. കാരണം ഒടുക്കത്തെ ചൂടാണ്, പുകയാണ് പുക. പക്ഷെ ഞാൻ ലുക്കാണല്ലോ. OLX വല്ലതും ഇട്ടാ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇതേ ഈ സാധനത്തിന് ഇട്ടാ അവിടെ നീ ഇതെടുത്തോ. ഈ സംസ്കാരം കളേ കയ്യിലാക്കി കയ്യും കറക്കൂലേ. പോകുമ്പോ ഈ സൺസ്ക്രീനിക്ക് തന്നിട്ട് പോകും. ഈ സൺസ്ക്രീൻ ഏതെങ്കിലും ഒന്ന് കുഞ്ചു ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാം. താടിയുള്ളടത്ത് വെക്കണോ? മിണ്ടാണ്ട് പൊക്കോട്ടെ ശ്രീകുട്ട. തെറ്റിയില്ല. ഷെയ്ഡും നോക്കിയതാ. ഞാൻ ഒരു ന്യൂഡ് ഷെയ്ഡ് പിടിച്ചോ. ഞാനാ പിടിച്ചിപ്പോ എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലടി. തിരിഞ്ഞ അങ്ങനെ തന്നെ വരില്ലു. കുറച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആയിക്കോളും. ഇനി നിന്നെ ഒരു ഷർട്ട് നിന്നെ ഇതാക്കില്ല. അത്രക്ക് ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യേ, അത് ബ്ലെൻഡ് ആവട്ടെ. വെയിറ്റ് നമ്മളെ രണ്ടെണ്ണം നീയല്ലേ ഇട്ട. പറഞ്ഞല്ലേ ഇടല്ലേന്ന്. താടിയിലിടാന് എന്റെ താടിയൊക്കെ കൊഴിയോ. തെറ്റാലോ കുഞ്ചൂസ്? നോക്ക് ചുള്ളൻ. വേറെ ഒന്നും ചേടാ നോക്കി. നമ്മൾ ലേറ്റായ തങ്ങി മിക്കവാറും 2 കൊലപാതകം. ഒന്ന് എന്നെ തന്നെ ആയിരിക്കും. ഇവരെ ആരും കൊല്ലുന്നിട്ടാണ്. നമ്മളിനി ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാ. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഫുൾ ചെലവും ശ്രീകുട്ടിന്റെ വകയാണെന്ന് അച്ഛൻ പറഞ്ഞേക്കണേ. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛനല്ലേ പറഞ്ഞേ നിങ്ങളൊന്നും പൈസ കൊടുക്കരുത്. അച്ഛനല്ലേ പറഞ്ഞേ. ഇവന് ഇന്ന് ഷോപ്പിംഗ് ഡ്രസ് എടുത്ത് ഞാൻ കൂട്ടും. ശരി എന്നാ ആദ്യം ശ്രീകുട്ടന്റെ അല്ല നിനക്കുള്ള നോക്കാം. കാരണം പെണ്ണുങ്ങളുടെ അവിടെ തിരക്ക് കൂടുക. ഇവിടെ അർമാദിക്കാണ്. അവിടെ സാമേട്ടയുടെ കാറിന്റെ ബാക്കിൽ എനിക്കെന്നെ അറിയില്ല എനിക്കെന്താ വാങ്ങുന്നുള്ളത്. സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇത്തവണ ഫുൾ ഫാൻസീസ് എടുക്കും. എനിക്കിഷ്ടായി.
ഇതല്ലേ Nice. ഇതോ ബ്ലാക്ക് സാരിക്ക് ചേട്ടന്റെ കള്ളം കഴിഞ്ഞാണോ? അങ്ങനത്തെ ഒന്ന് എടുത്ത് സോഫ്റ്റ്വെയർ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വരണ മുമ്പ് വരെ നല്ല ഐഡിയ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ലൈക്ക് ഇപ്പൊക്കെ സിമ്പിൾ വേണോ? സിമ്പിളായി, ഭയങ്കര സിമ്പിളായി. കളർ വൈസ് അല്ലേ, പാറ്റേൺ വൈസ് ഒക്കെ മറ്റേ വിഷറിക്കല്ലേ കൊണ്ടോട്ട് ഇത് പിന്നെ രസം മറ്റേ സത്യമല്ലേ വക്കീലിനെ ചേച്ചിമാര് പറഞ്ഞ 4ാമത്തെ ഫ്ലോറിൽ വേണമെങ്കിൽ ലിഫ്റ്റ് എടുത്തോളാൻ. പാവണ്ട, നല്ല ചേച്ചിമാരാണ്. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിച്ചോ എന്നൊക്കെ നല്ല തിരക്കുണ്ട്. കേസ് ബക്രീദ് കൂടി ആയതുകൊണ്ട്. എന്തല്ലേ എന്തൊരു തിരക്ക്. അമ്മ ലിഫ്റ്റ് എടുത്താൽ മതിയായിരുന്നു നമുക്ക്. ഏതാ ലുക്ക് എന്നൊക്കെ നല്ല ഭംഗിയുണ്ടടാ. ഇറ്റ്സ് സോ നൈസ്. രണ്ട് ചേട്ടനും അനിയനും അവിടെ നിന്ന് നോക്കട്ടെ. ഇതാണ് കുഞ്ഞൂസിന്റെ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിണ്ടടാ. ഒരു ലുക്ക് ഉണ്ട്. നിനക്കൊരു ഇത് എനിക്കിഷ്ടായി. നല്ല രസമുണ്ട്. തങ്കു ഇങ്ങനെ നോക്ക്, എടാ ഇങ്ങനെ നോക്ക്. ശ്രീകുണ്ട് നല്ല ഭംഗിയുണ്ട്. അമ്മ നല്ല തിരക്കുണ്ട്. എന്തോരം തിരക്കാ കുട്ടികളില്. എന്നൊന്ന് ഒരു ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് തരുമോ ചേട്ടാ? യു ആർ കീപ്പിംഗ് ദ ചിക്കൻ ഫോർ അവിടെ നിന്നോട്ടെ ജൂലിക്ക്. That's for Julie, Kisnu. അവർ ചോദിക്കാനോട് ഈ കുട്ടി അടങ്ങിയിരിക്കില്ലേ? ഈ കുട്ടി അടങ്ങിയിരിക്കില്ലേ മോന്ന്? അടങ്ങിയിരിക്കില്ലേ മോന്ന്? ചോദിച്ചു. എന്ത് ചെയ്യാ, അങ്ങനെ ആയിപ്പോയി. അതല്ല ഗേൾ ഫ്രണ്ടിനുള്ള കാര്യം. റെഡ് എടുക്കാലോ. ഇതിനേക്കാൾ രസമുണ്ട്. എന്നാ ഡ്രസ് വാങ്ങിട്ട് വരാം കേട്ടോ. ബൈ. ടിക്കറ്റ് എടുത്തിട്ടില്ല ഗൈസ്. നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണം. നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഇനി ഇവരുടെ റിസപ്ഷൻ ഡ്രസ്സ് ഉണ്ട്, നമുക്കിനിയില്ല. ഇവർക്ക് 2:30 റിസപ്ഷൻ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചിനെ വിളിച്ചിട്ടാണ് പോണത്. നമുക്ക് പോയിട്ട് ഇനി റിസപ്ഷൻ ഡ്രസ്സ് ആണ്. അപ്പം നമുക്ക് ഇറങ്ങാം. തങ്കു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ എത്തിയിട്ട് സുഖമാണോ? നല്ല സുഖം. ചൂട് പകുതി ഇറച്ചി. തങ്കു അന്നാള് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് തല കറങ്ങി. ചൂട് അൺസൈക്കബിൾ. നമുക്ക് കൊച്ചുവിനും കൂടി വിളിച്ചിട്ട് ലെറ്റ്സ് ഗോ. ഹിബ ഗഫൂർ ഓൺ ദ വേ. എന്താണ് നമ്മൾ നെച്ചിയാന്റെ ഹൗസ്. നമ്മുടെ വീട് അവിടെ, നെച്ചിയാന്റെ വീട് ഇവിടെ. ഹിബ ഗഫൂർ കൊച്ചൂസ്. എന്തൊക്കെയുണ്ട്?
ഞാൻ ഇന്നലെ ഞാൻ ആദ്യം കല്യാണം കൊച്ചു ഇൻ ദ കാർ. അപ്പൊ നമ്മള് പോയിട്ട് ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അതിരടി കാണാൻ പോകണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ വേഗം അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വേഗം ഡ്രസ്സ് എടുത്ത് തീർത്താൽ ഹൈ ഡിമാൻഡ് ആണ് കേസ്. നമ്മള് നിങ്ങൾ ആലോചിക്കുന്നോ ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ എന്തിനാ പോകണം? സോ ഗൈസ് നമ്മള് ഡ്രസ്സ് വേഗം പെടപെടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് പോവാം. നമുക്ക് ഗൈസ് എല്ലാം ശ്രീകുട്ടൻ ആക്കിയാണ്. ശ്രീകുട്ടൻ ഈസ് ദ റിച്ചസ്റ്റ് ഗ്രൂം ഐ ഹാവ് എവർ. എല്ലാവർക്കും വെഡിങ് ഡ്രസ്സും ഫുള്ളും ചെലവും ശ്രീകുട്ടൻ ആക്കിയാണ്. ഇനിയിപ്പൊ വരുന്ന വഴിയിൽ അവിടെ ഒരു കടയിൽ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് ഡ്രസ്സ്. പോകുമ്പോ വേണം നോക്കാൻ. നോർത്ത് വയ്ക്കാൻ വേണ്ട ഇവിടുത്തെ ഒക്കെ ഏതാ സ്ഥലം എന്നുള്ളത്. തിരിച്ചു വരുമ്പോ വേണം നമുക്ക് വാങ്ങിക്കാം. എല്ലാം ശ്രീകുട്ടൻ വാങ്ങിക്കാൻ വേണ്ട. മുത്താണ് ശ്രീകുട്ടൻ അല്ലടാ. മോക്കം കണ്ടില്ലേ ഇത്രയും സുന്ദരനായിട്ടൊരു ഗ്രൂപ്പ്. എന്താണ് ലോഞ്ചിൽ നിങ്ങൾക്ക് ചുരിദാറോ സാരിയോ കുർത്ത ലെഹങ്ക എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. പോരെ ജെൻസിന്റെ ആണ്. ശരി ഷർട്ട് എടുക്കും നമ്മള്. കുർത്തി എടുക്കും ഞാൻ ജീൻസിന്റെ പെയർ ചെയ്യും. എന്നോട് എടുത്തരാ നീ വാക്ക് കൊണ്ടുണ്ട്, വീഡിയോയിലും വന്നിട്ടുണ്ട്. ഇനി നീ എടുത്തു തന്നില്ലേ ജിയാ ടോപ്പിനായിടും. നമ്മളോടാണ് അവന്റെ കളി. നമ്മളോട് Kisnu, which one you want? Guys, നമ്മൾ മൂഞ്ചി അവിടെ ഇല്ല. നമ്മൾ രണ്ടാമത് നോക്കട്ടെ. ഇനിയിപ്പോ ഇവൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഏൽക്കുന്ന എനിക്ക് തോന്നില്ല. കാരണം എംലോഞ്ച് അല്ലല്ലോ. എന്നാലും നമ്മള് തളരരുത് രാമൻകുട്ടി, നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അടുത്ത കട സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ടെന്നൊക്കെ. ചെസ് നമ്പർ 2 മൊക്കയായിട്ടുള്ള ആളുകൾക്ക്, കുറച്ച് മൊക്കയായിട്ടുള്ള ആൾക്കാർക്ക് ഡ്രസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഹി ഈസ് ദ ഫസ്റ്റ് മൊക്ക, ഹി ഈസ് ദ സെക്കൻഡ് മൊക്ക. കളറ് സെയിം ആയാൽ മതി. ഒരു ബ്ലൂ, നമുക്ക് ഒരുപാട് വർക്ക് വേണ്ട, ഒരു സിമ്പിൾ ബട്ട് ഒരു നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ സിൻസിയർ ആയിട്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ ഒരാള്, എക്സ്ക്യൂസ് മീ, എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ഏതാ നീ ചൂസ് ചെയ്ത്? അർമാനി ഇവിടെ ഇതല്ല, മറ്റേതവിടെ വാച്ച്. എന്താ തങ്കു ഒരു 2000 രൂപയ്ക്ക് ഒരു അർമാനി വാങ്ങിത്തരുന്ന് വെച്ചു. നമ്മള് വാങ്ങിക്കൊടുക്കണമെന്നാ. എടുത്തോ. അതിനിപ്പോ എന്താ? Sorry? You want glasses? This one. You want like this? Okay, let me ask him. ഇങ്ങനത്തെ വേണോ തങ്കു നിനക്ക്? തോരനെടുത്ത് തല വെച്ചെടുക്കേ, തല വെച്ചെടുക്കേ. പട്ടാഭിഷേകം തങ്കു കാണിച്ചേ. എനിക്ക് നല്ല മാത്സ് ഉണ്ട്. You want to try it? നോക്കട്ടെ. കാണിക്ക്. Let me. Oh, cutie. Finally. പക്ഷെ ഇത് നൈസ് ആയിട്ടുണ്ട് ആക്ച്വലി. Turn around, Jagat. 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 അങ്ങനെ ചെയ്യോ? ഉണ്ട്. Jagat. Looking so pretty. So beautiful.
ഏതാ ലുക്ക് എന്നൊക്കെ അല്ലേ? ഇതാണ് ലുക്ക് അല്ലേ? Don't we make a trend? വേറൊരു ബ്രൗൺ കളർ നൈസ്. കിസ്നു കം ഹിയർ. കിസ്നു കിസ്നു കിസ്നു. ഈ കുട്ടി ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കില്ല. I think this looks more nice. Simple and അല്ലേ മാച്ച് ആയി അല്ലേ? ലുക്സ് നൈസ്. ഇവൻ നമ്മോട് വെറുതെ ചോദിക്കാം. നമ്മൾ സിൻസിയറായിട്ട് ഇവരുടെ ഒപ്പീനിയനൊക്കെ പറയും. എന്നിട്ട് ഇവൻ്റെ ബേബിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ബേബി പറയണ പോലെ ഇവൻ ചെയ്യുള്ളൂ. നമ്മളുടെ ഹാഫിനവർ ഇവൻ വെറുതെ കളയാൻ പോകും. നോട്ടം കണ്ടില്ലേ? ബേബി 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 നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി. ഈ വീഡിയോ ബേബി കാണണമെങ്കിൽ ബേബി ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ നമ്മൾ ഫണ്ണാണ്. പിന്നെ കെവിൻ ഏറ്റ. കെവിൻ അല്ല, കെവിൻ ഏറ്റ. സാമോ സാമോ ഇത് അവന്റെ ഷെയ്ഡിന് മാച്ച് ആണല്ലോ. What are you doing? I don't know. You don't know? നമ്മളൊരു വഴി ആയിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ശ്രീകുട്ടിന്റെ എല്ലാം ആയി. തങ്കുവിന്റെ ഒന്നും ആയിട്ടില്ല. തങ്കുവിന്റെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തങ്കു എന്റെ അവസ്ഥ? ജുനൈസ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. സോ ഇനി അതും കൂടി ഉണ്ട്. എനിക്ക് നമ്മൾ ലേറ്റ് ആവും എന്തായാലും. Now Tambu will come. If you like the dress, you have to give it thumbs up. You ready? When you get the license, we get Thumbs down. You ready? yes. ജുനൈസിക്ക എന്ന് പറഞ്ഞ ഏതാ ലുക്ക് ഇതൊക്കെ? ജുനൈസിക്ക എന്ന് പറഞ്ഞ ആരാ വരിക? 2 മിനിറ്റ് ഡ്രസ് എടുത്തു. ഇവിടെ മണിക്കൂർ കണക്കായി ആൾക്കാർ ഡ്രസ് കിട്ടണില്ല. പറയാണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല പിള്ളേരാണ് എല്ലാവരും. ഭയങ്കര മൊക്ക മഞ്ചേരിയില് ഭയങ്കര സ്നേഹമുള്ള പിള്ളേർ. അതായത് അവരുടെ ഒരു ബ്രദറിനൊക്കെ കണ്ടുപിടിക്കുന്ന മാതിരി അത്ര ഒരു ഡെഡിക്കേഷനുള്ള വിഷയമാണ് കേട്ടോ. എനിക്കിഷ്ടമായി. അടിപൊളി. ശ്രീകുട്ടൻ വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് ഗേൾസിനുള്ള ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വാഗ്ദാനം തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവരോട് ഒരു കള്ള ബില്ലെങ്കിൽ അടിച്ചു തരുമോ? ഞങ്ങൾക്ക് ആ പൈസയിൽ അപ്പുറത്തെ കടയിൽ പോയി GST വെട്ടിക്കും. ഞാൻ കുറ്റകൃത്യങ്ങൾക്കൊപ്പം നിൽക്കില്ല. രണ്ട് പേര് വന്നു. ഞങ്ങളാണ് ഇവിടെ ഫുൾ പിന്നാലെ നടന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഞങ്ങൾക്ക് നീ വാങ്ങി തന്നേ പറ്റത്തുള്ളൂ. വൈബുണ്ട്. ഷീ പാന്റ് മാച്ചില്ല. വൈബുണ്ട് പക്ഷെ പാന്റിന് മാച്ചില്ല. പക്ഷെ നീ ആ ബ്ലൂ ജീനും സമ്മർ വൈബായിരിക്കും. ബിൽ പേ ചെയ്യുന്ന ആൾ വിളിക്കുന്നു. കല്യാണത്തിന് കുടുങ്ങിയിട്ടുണ്ട്, തളർന്നിട്ടുണ്ട് നമ്മള്. പക്ഷെ നമ്മൾ ഒരിക്കലും കാണിക്കില്ല അല്ലേ? അതാണ് നമ്മളെ വൈബ്. അതുപോലത്തെ സ്കീമുകളായിരുന്നു നമ്മൾ. ഈ കിച്ചപ്പൂനെ നോക്കിയിട്ട് ഒരു വശം, അവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു വശം. ഇവന്മാർക്കാണെങ്കിൽ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനും പറ്റില്ല. പറഞ്ഞു കൊടുത്ത് കിച്ചപ്പൂനെ നോക്കിയിട്ട്
എന്നിട്ട് എനിക്ക് ശ്രീകുട്ടൻ പറയുന്നത് എനിക്കൊരു അവാർഡ് തരണമെന്നാണ് ഞങ്ങൾക്ക് ഇവനെ നോക്കണേന്. അജാതി വികൃതിയാണെന്ന്. ഞങ്ങൾ എവിടെ പോയാലും ആളുകൾ ചോദിക്കണം ഈ കുട്ടി അടങ്ങിയിരിക്കില്ലേ അല്ലേ, ഒരു 1 മിനിറ്റ് എങ്കിലും ഈ കുട്ടി ഇരിക്കില്ലേ. പക്ഷെ കിച്ചപ്പൊരു ഗുഡ് ബോയ് ആണല്ലോ അല്ലേ. എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടൻ കഴിഞ്ഞ ബില്ല് എങ്ങനെ ഉണ്ടായിരുന്നു? രസം ഉണ്ടായിരുന്ന ബില്ല് എങ്ങനെ ഉണ്ടായിരുന്നു? രസം ഉണ്ടായിരുന്ന ബില്ല് എങ്ങനെ ഉണ്ടായിരുന്നു? രസം ഉണ്ടായിരുന്ന ബില്ല് എങ്ങനെ ഉണ്ടായിരുന്നു? രസം ഉണ്ടായിരുന്നു? സിമ്പിൾ കല്ലി വല്ലി ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ഈശിന്നൊക്കെ ശ്രീകുട്ടൻ തോക്കുണ്ടൊക്കെ മറച്ചിട്ടാ പോകുന്നത്. താങ്ക് കുട്ടാ, താങ്ക് യു സോ മച്ച്. അവരൊരു എന്താ പറയാ, ഒരു ബ്രദർലി ഫീൽ ഉണ്ട് അവർക്ക് അവർ ചെയ്യുന്നതിൽ. എനിക്ക് ഇഷ്ടമായി അമ്മ എല്ലാവരും കേട്ടോ. എന്നാലും ചെയ്യുന്നതിനൊരു ആത്മാർത്ഥ ഇല്ലേ. നല്ല പിള്ളേർ കേട്ടോ ഗൈസ്, ഞാൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല. നല്ല പിള്ളേർ, എനിക്ക് ഇഷ്ടമായി. ഒരാൾക്ക് പോലും അഹങ്കാരം പോലും ഇല്ല. മൊക്ക, മഞ്ചേരി മൊക്ക, വെരി നൈസ്. എന്താ ഗൈസ് സ്പെഷ്യൽ ഓഫർ. നമ്മളോടുള്ള ആ സ്നേഹവും ആ കഥും കൊണ്ട് ശ്രീകുട്ടൻ ഇത്രയും ടയേർഡാണ് കേട്ടോ. പക്ഷെ അതെ അവൾക്ക് മാത്രമാ മനസ്സിലായില്ല. ഒരു മിനിറ്റ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ മിസ് ചെയ്ത ഇടയിൽ ഗൈസ്. കൊച്ചുവിന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചെറിയ ടോപ്പ് ഞാൻ എടുക്കും ഗൈസ്, അവൻ കൊടുക്കും. എനിക്കറിയാം നല്ലൊരു മനസ്സിനുടമയാണ് ശ്രീകുട്ടൻ. വാവ്. ഒരു ടോപ്പിന്റെ ബേബിക്ക് കൊടുക്കണം കേട്ടോ. എന്താണ് ഒരു ടോപ്പ് എന്റെ ബേബിക്ക് കൂടി എടുക്കണം. നിങ്ങൾ രണ്ടുപേരും എടുക്കുമ്പോ അപ്പൊ എനിക്ക് എന്റെ ഗൈസ് മറ്റേ റക്സിലൊക്കെ സമയത്ത് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം ആ ഒരു സൈസ്. അങ്ങനെ നമ്മള് ഡ്രസ് എടുത്തു. ബേബിക്ക് കിട്ടിയോ? എനിക്ക് ഇഷ്ടമായി. ഏതാ സംഭവം നൈസ്. നീ എന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ടുണ്ട്. പക്ഷേ ഷേപ്പൊന്നും ആക്കണ്ട. പിടിക്കാൻ മാത്രമില്ല. അയ്യോ ഇതെന്തല്ല, ഇതിന് സൈസില്ല. താങ്ക് യുടാ. ഈ തങ്ങക്കോടാടാ നീ പറയുന്നൊക്കെ. കല്യാണം ഇല്ലാതായി പോയില്ലേ, ഭാഗ്യമായിട്ട് കല്യാണം പെട്ടെന്ന് തീർന്നു എന്നൊക്കെ. നീ ഹാപ്പി അല്ലേ? എന്ത് പറ്റി? എന്താ നീ ഹാപ്പി അല്ലാത്ത? നീ ഓൾറെഡി ഇന്നലെ 5 ഡ്രസ് വാങ്ങിയില്ലോ. നാളെ വാങ്ങിത്തരാം കേട്ടോ 10. ഓക്കെ ഓക്കെ പെനങ്ങല്ലടോ. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മന്തിയാണ്. മന്തി കൗസർ റെസ്റ്റ്. മന്തി കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? യെസ് ഓഫ് കോഴ്സ്. ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ്. ഞാൻ വീണ്ടും ഗൈസ് മന്തി കഴിക്കുമ്പോൾ മസാല അങ്ങോട്ട് മിക്സ് ആയില്ലടാ. പക്ഷെ അവർക്ക് വേറെ കൊണ്ടുവന്നൂടെ? നല്ല മന്തി കഴിച്ച് ഇനി ഒരു ഉറക്കം. ഇതിന്റെ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 10 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെഡിങ് പർച്ചേസ് വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ പാലക്കാട് പോകും. ഇനി വണക്കം ഗൈസ്, തമിഴ്നാട്ടിൽ പോയി കാണാം. നാളെ കാലംബ്രി നമുക്ക് പാലക്കാടിലെ വെച്ച് പാക്കണം. ഒരു ബായ് പറയാൻ വ്ലോഗിന്. ബൈ 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 ബൈ. നീ പറ ബൈ.
Bye, Chunus. ബൈ കുഞ്ചൂസ് ബൈ ഇവിടെ 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 ബൈ